കന്നുകാലികൾ, ആടുകൾ, കഴുതകൾ, ഏറെ സമ്പത്തുണ്ടായിരുന്ന വലിയൊരു മനുഷ്യൻ. ആ ജോബ് നീതിമാനായിരുന്നു, സത്യസന്ധനായിരുന്നു. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ലും 8-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്, നിഷ്കളങ്കനായ, നീതിമാനായ, സത്യസന്ധനായ ഇതുപോലെ ഒരു മനുഷ്യനില്ല. ദൈവം ഒരു വ്യക്തിയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുക, ഇതുപോലെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, മക്കളുണ്ട്. മക്കള് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിക്കുന്ന ഒരു പിതാവിനെ ജോബിന്റെ പുസ്തകം 1-ൽ നമ്മൾ കാണുന്നുണ്ട്. ജോബ് എന്ന മനുഷ്യൻ ദൈവവുമായിട്ട് വലിയ ഒരു ബന്ധത്തിൽ ജീവിച്ച വ്യക്തിയാണ്. സമ്പത്ത് ഉള്ളപ്പോൾ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച, ദൈവത്തെ കൂടുതൽ ആരാധിച്ച, ദൈവത്തിന്റെ കൂടെ നടന്ന മനുഷ്യനായിരുന്നു ജോബ്. ഈ ജോബിന്റെ ദൈവബന്ധത്തെ തകർക്കുവാനായിട്ട് സാത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ജോബിന്റെ ജീവിതത്തില് ഒന്നിനു പിറകെ ഒന്നായിട്ട് ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. മനുഷ്യ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്ന കാര്യമാണ്. ആര് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നുവോ അവിടേക്ക് ജീവിതത്തില് സഹനങ്ങളും പ്രതികൂലങ്ങളും തിരിച്ചടികളൊക്കെ കടന്നു വരുന്നു. അത് സ്വാഭാവികമാണ്. ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം സാത്താന്യ ശക്തികൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിന്റെ ജീവിതത്തില് ദുരന്തങ്ങൾ കടന്നു വരിക. മൂത്ത മകന്റെ വീട്ടില് മക്കളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് സൽക്കാരത്തിന് പങ്കെടുക്കുകയാണ്. അവരെ ഇടയ്ക്കൊക്കെ ഒന്നിച്ചു കൂടാറുണ്ട്. സഹോദരി സഹോദരങ്ങള് അവിടെ മക്കള് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷിച്ച് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി അങ്ങനെ നല്ലൊരു കുടുംബ പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ അവരിനെ കൂടിയിരിക്കുമ്പോൾ ഒരു കാറ്റ്, ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി. ആ ചുഴലിക്കാറ്റിൽ വീടും എല്ലാം തകർന്നു വീണു, എല്ലാവരും മരിച്ചു എന്നാണ് പറയുന്നത്. അത് ജോബിന്റെ ജീവിതത്തിലും ജോബിന്റെ ഭാര്യയുടെ ജീവിതത്തിലും വലിയ ഒരു സഹനമായിരുന്നു. നമ്മുടെ താമസമുള്ള ധ്യാനം കഴിഞ്ഞതേയുള്ളൂ. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പിതാവ് എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എത്ര പേരുണ്ട്? ഒരു മോനെയായിട്ടാണ് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പന് മോനും കൂടാണ് ധ്യാനം കൊടുത്തത്. മോനെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എത്ര മക്കളുണ്ട്? ഈ ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് ഈ വ്യക്തി എന്നെ കാണാൻ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ അപ്പോൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിദേശത്ത് ജോലിയായിരുന്നു. ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു. ഒരു ദിവസം എൻ്റെ മകൾ, 6 വയസ്സുള്ള കുട്ടി, അവള് സൈക്കിളില് പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് എന്തോ വാഹനം വരുന്നതായിട്ട് ഒരു അവസ്ഥ ഉണ്ടായി. അവള് സൈക്കിൾ വെട്ടിച്ചതാണ്. റോഡ് സൈഡിലുള്ള ഒരു കിണറെ ചെന്ന് സൈക്കിൾ ഇടിച്ച് അവിടെ കിണറ്റിന്റെ മണ്ടയിലേക്ക് വീഴുകയാണ്. അത് മൂടിയിട്ടിരുന്ന ആ ടിൻഷീറ്റിനെ തകർത്തുകൊണ്ട് ഈ കുട്ടി കിണറ്റിൽ വീണു. ആളുകളൊക്കെ ഓടിക്കൂടി, പക്ഷേ ആരും ആ കിണറ്റിലേക്ക്, അത് ഉപയോഗിക്കാതെ കിടന്ന കിണറാണ്, ആരും ഇറങ്ങുവാനോ രക്ഷിക്കുവാനോ ശ്രമിച്ചില്ല. ഒത്തിരി സങ്കടകരമായ അവസ്ഥയാണ്. അമ്മ മാത്രമേ ഉള്ളൂ, അദ്ദേഹം എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്ഥലത്തില്ല. ഭാര്യ ചാടാനൊക്കെ മറ്റോന്റെ കയറി പിടിച്ചു. 100 പേര് കൂടി, ആരും ഇറങ്ങിയില്ല. മൺതുറ്റ പിടിച്ചുകൊണ്ടെന്ന് കുഞ്ഞ് പിടിവിട്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കിണറ്റിലേക്ക് വീണ് ആ വെള്ളത്തിൽ താണ് 6 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. ആ മനുഷ്യന്റെ വികാര നിർഭരമായ വാക്കുകൾ കേട്ടിട്ട് ഒത്തിരി വിഷമം തോന്നി. 6 വയസ്സുള്ള കുഞ്ഞ് കിണറ്റിലേക്ക് വീണിട്ട് അദ്ദേഹം പറയും, 100 പേര് അവിടെ ഒന്നിച്ചുകൂടി, എന്നിട്ട് ഒറ്റൊരു വ്യക്തി പോലും അതിലേക്ക് ഒന്ന് ചാടാനോ കുഞ്ഞിനെ രക്ഷിക്കാനോ ശ്രമിച്ചില്ല. എത്ര സങ്കടകരമായ അവസ്ഥയാണ്. എന്തുമാകട്ടെ, ജീവിതത്തിലേക്ക് ദുരിതങ്ങളൊക്കെ ഓർക്കാപ്പുറത്ത് കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിക്കുന്നവരുണ്ട്, ദൈവത്തെ ദുഷിക്കുന്നവരുണ്ട്. പക്ഷെ എന്നോട്
മകൾ നഷ്ടപ്പെട്ട പിതാവ് ദൈവത്തെ ദുഷിക്കുന്നില്ല, അദ്ദേഹം ദൈവത്തെ പഴിക്കുന്നില്ല. ആ സങ്കടങ്ങളൊക്കെ ദൈവത്തിന് കൊടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. മനുഷ്യന്റെ ജീവിതത്തില് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരും. നമ്മൾ വായിക്കുന്നുണ്ട് 2 തിമോത്തി 3:12 ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ആര് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നുവോ അവർക്കെതിരെ സാത്താൻ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങും. ജോബ് എന്ന വിശുദ്ധ മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നിന് പിറകെ വലിയ വലിയ ദുരന്തങ്ങൾ കടന്നു വരിക. മക്കൾ മരിച്ചു, സേവാക്കാർ വന്ന് കഴുതുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി, മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, അഗ്നി ഇറങ്ങി, മൃഗങ്ങൾ ഒക്കെ ചത്തു വീണു, കാളകളെ പിടിച്ചുകൊണ്ടുപോയി, കഴുതുകളെ പിടിച്ചുകൊണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം ജോബിന് നഷ്ടമാവുകയാണ്. ജോബിന്റെ ജീവിതത്തില് അനുഭവിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം നൽകിയതാണ്. പൗരസ്ത്യ ദേശത്തെ വലിയ സമ്പന്നൻ, പക്ഷേ ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ ആരാധിച്ച നിഷ്കളങ്ക മനുഷ്യൻ. ജോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എത്രയോ സമ്പന്നന്മാരുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്നവർ ക്രിസ്ത്യാനികൾ തന്നെ.